എന്താ ചെയ്യാന്നൊരു പിടുത്തല്ലേ ഭായി. അച്ഛായ പാസ്പോർട്ട് തന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലേ. വിഷമിക്കാതിരിക്കേ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, എത്ര സംഖ്യ മേടിച്ചു ഇവിടെ പലിശക്കാര അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൊത്തം? 5000 ദിറംസ്. അത് മോളുടെ കല്യാണ ആവശ്യം വന്നപ്പോൾ എടുത്തതാണ്. വലിയ മണ്ണത്രല്ലേ ഭായി ചെയ്തത്? പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് ആരെങ്കിലും മക്കളുടെ കല്യാണം നടത്തൂ? വേറെ നിവൃത്തൊന്നും ഇല്ലാത്ത കാരണം ചെയ്താണ് ഭായി. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത്? മോളുടെ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പുറകെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ജോലി ഇല്ലാതിരുന്നപ്പോൾ അച്ഛന് സമയത്തിന് പലിശയും കൊടുക്കാൻ പറ്റാണ്ടായി. അതാണ് ഈ പ്രശ്നമൊക്കെ. പറ്റിയത് പറ്റി, ഞാനും കുട്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര പൈസ ഉണ്ട് ബാക്കി അടച്ച് തീർക്കാനായിട്ട്? ഇനിയും ഒരുപാട് പൈസ ഉണ്ടെന്നാണ് അച്ചായൻ പറയുന്നത്. എത്ര മാസങ്ങളായി ഇങ്ങനെ പലിശയും കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇതുവരെ ഒരു അവസാനവും കണ്ടിട്ടില്ല. കട തീരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ ഓട്ടക്കളത്തിൽ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞില്ലേ, അതന്നെ സ്ഥിതി. അതൊക്കെ പോട്ടെ, എത്രയാണ് പലിശ നിരക്ക്? 110 എന്നാണ് അച്ചായൻ പറഞ്ഞത്. എന്താ ഈ കേക്കണേ? 110? അതായത് 100 തരഹത്തിന് 10 തരഹം പലിശ? അതെ, 10%. 10% അല്ല പലിശ. 110 എന്ന് പറഞ്ഞാല് ഒരു മാസം 10% എന്നാ. അപ്പൊ 10 × 12 120. ഒരു വർഷത്തേക്ക് 120% പലിശ. അയ്യോ, 120%? പല ആൾക്കാർക്കും ഈ കണക്കറിയില്ല. ശരിയാണ് ഭായി, എനിക്കും അറിയില്ല. എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊള്ള പലിശയ്ക്ക് ഞാൻ ഒരിക്കലും പലിശയ്ക്ക് എടുക്കില്ലായിരുന്നു. അപ്പൊ ഏത് കാലത്ത് അടച്ചു കിട്ടാൻ അതൊക്കെ? എനിക്കൊരു പിടുത്തല്ല എൻ്റെ ഭായി. തന്റെ പലിശക്കാരൻ അച്ഛൻ്റെ വണ്ടിയല്ലേ വരുന്നത്? ഓ അതെ അതെ, അത് നമ്മുടെ അച്ഛൻ്റെ വണ്ടി തന്നെയാണോ വരുന്നത്? എന്താ രണ്ടാളും കൂടി വലിയ ആലോചന? എന്റെ പൈസ തരാതെ എങ്ങനെ മുങ്ങാമെന്നുള്ളതായിരിക്കും അല്ലേ? അച്ചായ എവിടേക്ക് മുങ്ങാനാ? എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത കാരണമല്ലേ ഞാൻ അച്ചായനോട് പാസ്പോർട്ട് ചോദിച്ചത്. പോയാൽ തന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നത്. ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പൈസ മുഴുവൻ തരാതെ നിങ്ങളുടെ പാസ്പോർട്ടോ ബ്ലാങ്ക് ചെക്കോ ഞാൻ തിരിച്ചു തരത്തില്ല. ചങ്ങാതിയല്ലേ, പറഞ്ഞു മനസ്സിലാക്കിക്കൂടാ? അച്ചായോ, തൽക്കാലം വേറെ ഏതെങ്കിലും പാസ്പോർട്ട് നമുക്കൊരു കരുതലായിട്ട് തരാം. തൽക്കാലം ഒരു എമർജൻസി കാര്യമല്ലേ? ഓ ഉവ്വ, ഊരും പേരും ഇല്ലാത്ത ഏതെങ്കിലും ഒരു തെണ്ടിയുടെ പാസ്പോർട്ട് വന്നാ എന്നെ പറ്റിക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഞാനുള്ള കാര്യം പറഞ്ഞു, എനിക്ക് പറയാനുള്ള പറഞ്ഞു. നിങ്ങൾ കാര്യം സെറ്റിൽ ചെയ്യുക കേട്ടോ. എനിക്ക് വേറെ കാര്യമുണ്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഭായി? അച്ചായൻ പാസ്പോർട്ട് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ നാട്ടിൽ പോവുക? ഒരു പിടുത്തമില്ല. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും, വിഷമിക്കാതിരിക്കേ. പണിയുണ്ട്, നമുക്കൊരാളെ കാണാൻ പോവാം. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതാരാ? അതൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനല്ലടോ. ഇത്തരം കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഉണ്ട്. ഞാനേ ഒന്നയാളെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ നന്ദി വയ്ക്കല്ലേ? നമുക്ക് പോവാം. ഓക്കെ. ഞാൻ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. ഇവിടെ വെറുതെ ഓരോന്ന് പറയുന്നതാ. അല്ല അക്ക, എന്നും കള്ളും കുടിച്ചു വന്ന് ഇയാൾ എന്നെ തല്ലും. അതിപ്പോ ഞാൻ ഈ ജോലി കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് വീട്ടിൽ വരുമ്പോ ഇവിടെ എന്തെങ്കിലും ഗുരുത്തക്കേടൊക്കെ പറയും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. എന്റെ അക്ക, ഇയാള് കള്ളും കുടിച്ചിട്ട് 4 കാലയിൽ വരുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത്. എടി, ഒരു വീടാവുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കശപിശൊക്കെ ഉണ്ടാവും. അതൊക്കെ നാട്ടുകാരെടുത്ത് പറഞ്ഞ് നടക്കണോ? എന്റെ അക്ക, ഇയാള് കള്ളും കുടിച്ചിട്ട് വന്നാൽ ഇയാൾക്ക് പ്രാന്താണ്. എന്റെ മുളെ കുത്തി പിടിച്ചിട്ട് എന്നെ കുലിച്ചു നിർത്തി ഇടിക്കും. എനിക്ക് ഇത് സഹിക്കാൻ വയ്യ. നിർത്തടി നിന്റെ കവലപ്രസംഗം. നിങ്ങളുടെ ആദ്യത്തെ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളുടെ ഈ സ്വഭാവം കാരണല്ലേ? ആണെങ്കിൽ കണക്കായി പോയി. നിനക്ക് പോണോ? നീയും പൊക്കോ. ബോംബെയിലെ ചേരിയിൽ നിന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നതല്ലേ, നീ അങ്ങോട്ട് തന്നെ പൊക്കോ. എന്റെ വീട്ടിലെ ഗതികേട് കൊണ്ടാണ് എനിക്ക് ഈ 2ാം കെട്ടിക്കാരന്റെ കൂടെ ജീവിക്കേണ്ടി വന്നത്. പോരാത്തത് എന്നും തല്ലും വഴക്ക്. എനിക്ക് നീ വയ്യ. போதும் ஸ்டாப். டேய் பாருடா, இதுதானே நீ சொன்னது വീട്ടിൽ നീ പ്രശ്നം ഒന്നും ചെയ്യവില്ലെന്ന്? അത് പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോ ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കും. അപ്പോ டேய், உன்னோட வைஃப் ஏதாவது பேசினா நீ உடனே அடிப்பையா? உனக்கு அடிக்கிறதுக்கு அவள் என்ன பொம்மை தாரா? അതെ, ഇതെന്റെ ഭാര്യ. എൻ്റെ ഭാര്യയെ അടിക്കണോ ഉമ്മ വയ്ക്കണോ എന്നൊക്കെ ഭർത്താവായ ഞാൻ തീരുമാനിക്കും.
അതിനെനിക്ക് പുറത്തൊരു പെണ്ണിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എണീക്കണേ. തീരേടാங்க வாயோடு வைஃபினை அடிச்சுட்டு நியாயம் சொல்லுவா. ஹாய் சார், உள்ள வாங்க. இதுதானே நீ சொன்னாலும் அங்கே உட்காரு. முதல்ல இந்த ஃபேமிலியோட பிரச்சனை ஸ்டோர் பண்ணது. ശരിയാക്കാം. மீனா, நீ இவ்வளவு கோபம் ஆகாது. നിന്നെ யாராவது അടിച്ചാ നീ அந்த திருப்பி அடி. അയ്യോ ഭർത്താവിനെ തല്ലുക എന്ന് വെച്ചാൽ என்ன பயமா? இந்த பயம்தான் பிரச்சனை. എനിക്കും ഇരുന്നത് இந்த மாதிரி ஒரு കള്ളുകൂടിയ പുരുഷൻ. முதல்ல ഞാൻ ரொம்ப ക്ഷമിച്ചു. അപ്പുറം ഒരു വേള എന്നോട് ക്ഷമ നശിച്ചപ്പോത് ഞാൻ അവരുടെ കൈ തിരുപ്പി ഓടിച്ചിട്ടേ. അയ്യോ എന്നിട്ട് എന്നിട്ടെന്നെ അന്തയാളോട് ഞാൻ சொல்லி இந்த மாதிரி ഒരു പുരുഷൻ എനിക്ക് தேவையில்லைன்னு. അന്ന് രാത്രി തന്നെ அந்த ആളെ ഞാൻ ഗെറ്റ് ഔട്ട് சொல்லிட்டேன். അയ്യോ അന്ന് മുതൽ ഞാൻ തനിയാക എല്ലാരും കൂടെയും സണ്ട കൂടാൻ ആരംഭിച്ചിട്ട് വിട്ടമാട്ടെ. പാവങ്ങളെ ദ്രോഹിക്കണ യാരെയും ഞാൻ വിടമാട്ടെ. ഡേ ഇങ്ങ പാரு, മറുപടിയും നീ കള്ളു കുടിച്ചോട് വൈഫിനെ അടിച്ചാ പുരുഷൻ കരുതാ ഉനക്കും. അപ്പുറം അന്ത കയ്യാൽ നീ യാരെയും തല്ലമാട്ടെ. പുരിഞ്ചുതാ? നിനക്കിപ്പോ സമാധാനായില്ലേ? അക്കയിടയിൽ മരുന്നുണ്ട് മന്ത്രമുണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഈ ചീത്തയിപ്പിക്കാനായിരുന്നു അല്ലേ? നിങ്ങൾക്കുള്ള മരുന്ന് തന്നെയാണ് അക്ക ഇപ്പം തന്നത്. மீனா, இனி இந்த மாதிரி பிரச்சனை வீட்டுக்குள்ள வந்தா எனக்கு ஃபோன் பண்ணு. ஏது பாதுகாவாயிலும் நான் அங்கே வருவேன். இந்த விஷயத்துக்கு நான் தான் போலீஸ், நான் தான் அட்வொகேட், நான் தான் ஜட்ஜி. புரியுதா? ഓക്കെ അക്ക. இந்த பிரச்சனை முடிஞ்சாச்சு, நீங்க போகலாம். இனி இவரோட பிரச்சனை பார்ப்போம். இங்க உட்காரு. ഐ വാ. என்ன சார் சௌக்கியமா? ரொம்ப நாளா இல்லை பண்ணிட்டு. ഓരോരോ പ്രശ്നങ്ങളായി ഇങ്ങനെ ഓട്ടത്തിലാണ് അക്ക. அப்படியா? சொல்லு, என்ன ப்ராப்ளம்? ഇയാൾ 5000 ദിർഹംസ് കടം വാങ്ങിയത് കാരണം ഞാനൊരു കാര്യം കേൾക്കട്ടുമാ? அந்த വട്ടിക്കടക്കാരൻ അച്ചാരുടെ നമ്പർ കയ്യിൽ കൊടു. ഞാൻ அந்த ஆளை கால் பண்ணிட்டு கொஞ்சம் கேஷ் தரங்கேக்கா. நான் அங்கே போகும்போது நீங்களும் என் கூட வர வேணும். அப்புறம் நான் சொல்றது மாதிரி நீங்கள் செய்தால் போதும். புரிஞ்சுதா? ஹலோ அச்சான் இல்லை சார், என் பேர் நந்தினி. അപ്പൊ എന്നാ നിങ്ങൾ ചേർക്കും. அண்ணா டோன்ட் வரி, எல்லாம் நான் பார்த்துக்கிறேன். ഇതിന് பெரிய ஃப்ராடெல்லாம் நான் பார்த்துருக்கு. പിന്നല്ലേ இந்த சின்ன അച്ചായൻ വിട്ടിട്. അച്ചായന് വീടെത്താറാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞങ്ങൾ ആ വീട്ടിൽ പരിസരത്ത് തന്നെ കാണും. പരവായില്ലേ, അപ്പുറം பார்க்கலாம். പോകും. അച്ചായന്റെയും നാട്ടിലെ ഭരതമോദാദിയുടെയും നല്ല സമയം. അതെന്താണോ ഞങ്ങക്ക് മാത്രമായിട്ട് ഒരു നല്ല സമയം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, നാട്ടില് ഭരതൻ നേതാവ് രാഷ്ട്രീയം കളിച്ച് അത്യാവശ്യം കോടികളെ കളഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. ആ കള്ളപ്പണം ഉപയോഗിച്ച് അയാളിന് ബിനാമിയായിട്ട് അച്ചായന് ഇവിടെ കോഴിപ്പണം ബിസിനസ്സും പലിശ കച്ചവടവും ഒക്കെ നടത്തി അത്യാവശ്യം കാശുണ്ടാക്കുന്നു. ഇല്ല, ഇയാളുടെ ഈ പറച്ചിൽ കേട്ടാ തോന്നും ഇയാൾക്ക് ഇതിനൊന്നും കിട്ടുന്നില്ല. ഈ രണ്ട് സൈഡിൽ നിന്ന് അത്യാവശ്യം കമ്മീഷൻ ഇയാൾ ഉണ്ടാക്കുന്നില്ലേ? അതെന്താ ഇയാൾ എന്ത് പറയാത്തത്? അല്ല, നിങ്ങളെപ്പോലെയുള്ള ജനസേവകരുള്ളത് കൊണ്ട് ഞാനൊക്കെ കഞ്ഞി കുടിച്ച് പോണു. ഈ കഞ്ഞിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ട? ചായയോ കാപ്പിയോ? അതേ, ഭാര്യയും പിള്ളേരും നാട്ടിലായത് കാരണമൊന്നല്ലോ, ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വേണ്ടാവേ. ഈ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വേണ്ട അല്ലേ? ഇതെനിക്ക് നേരത്തെ കൂട്ടി അറിയാം. കാരണം ഭാര്യ ഇല്ലാത്തപ്പോ ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടില്ലാന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ എനിക്ക് നയിച്ചു മതിയത്. ഇതൊക്കെ ഒരു ഫോർമാലിറ്റി ചോദിക്കണല്ലേ? എന്താ നിങ്ങളെപ്പോലത്തെ ഒരു പിശുക്കൻ അച്ചാരി ഞാൻ എന്നാ വരെ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത ആഴ്ച ഒരു 10 CR നാട്ടിൽ വേണം. താൻ ആ ഭരതൻ നേതാവിനോട് പറഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം കേട്ടോ. ഓ,
ഇതിപ്പോ ഭരണനേതാവ് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ വലിയ വിഷയമുള്ള കാര്യമില്ല. കാരണേ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടിന്ന് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഷൂ നിൽക്കുന്ന പെരും കള്ളന്മാര്. പിന്നെ അവർക്ക് കാറ്റിന് വല്ല ക്ഷാമം ഉണ്ടാ. നാട്ടിലെങ്ങാനും ഒരു രാഷ്ട്രീയ നേതാവ് ആയാൽ മതിയായിരുന്നു ഇല്ലടോ. എന്താ അച്ചായോ ഇവിടെ ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് ഈ വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുത്ത ആൾക്കാരെ പാസ്പോർട്ടും പണി ഭീഷണിപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ. അത്ര എളുപ്പമൊന്നുമല്ല നാട്ടിലെ രാഷ്ട്രീയങ്ങളിൽ ശരിമ നിൽക്കണമെന്ന് പണിയാ. അതും ശരിയാ. പാവം ജനങ്ങള് വല്ലത് അറിയുന്നുണ്ടായി ബിനാമിക്കളികള്. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കള്ളന്മാർക്ക് കൂട്ടു നിൽക്കലാണല്ലോ കർത്താവിന്റെ പണി. ഒന്ന് പോവും മനുഷ്യ. പിന്നെ കണ്ടും കേട്ടൊക്കെ ഈ കള്ളത്തരം ചെയ്തില്ലെങ്കിലേ അടുത്ത് പോണ കേസാ. വിവരറിയും. ഇയാളുടെ നാക്ക് വളച്ച് അതും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാറുള്ളൂ. പേടിച്ചില്ലേ? അതെ അച്ഛാ, ഇത് വല്ല ഏരിയാവും. ഞാൻ പോയി തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ എന്നാ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ നേരത്തെ വിളിച്ചിരുന്നു അല്ലേ? ബാ ഉണ്ടോ? ഇരിക്കെ. നന്ദിനിയക്ക അല്ലേ? ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. அப்படியொன்னு சொல்லாத சாயா. ഞാൻ ഉங்களை മാത്രം ഫേമസ് ഒന്നും അല്ലേ. ഞാനൊരു പാവം പൊണ്ണു. മലയാളം അറിയാവോ? ദുബായിൽ വന്നിട്ട് ரொம்ப വർഷം ആச்சு. நிறைய മലയാളി ഫ്രണ്ട്സ് ഇருக்கு. അതിനാലെ മലയാളം കൊഞ്ചം തരും. കുടിക്കാനായിട്ട് ചായയോ കാപ്പിയോ? വൈഫ് കുട്ടികളെല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുക. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വേണ്ട അല്ലേ? വേണ്ട. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. 10,000 ദിർഹംസ് കടം വേണം അല്ലേ? ബ്ലാങ്ക് ചെക്കും പാസ്പോർട്ടും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഗ്യാരണ്ടി ആയിട്ട്? ബ്ലാങ്ക് ചെക്ക് ഇருக்கு. ആനാ പാസ്പോർട്ട് എന്നോട് കയ്യിലില്ലേ. ഒരാളുടെ പാസ്പോർട്ട് മറ്റൊരാൾ കൈവശം വെക്കക്കൂടാതെന്ന് ഒരു റോൾ ഇருக்கு. അതച്ചാ എനിക്ക് தெரியாதா? അങ്ങനെ നിയമമൊക്കെ ഉണ്ടോ? അതെനിക്കറിയാം. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് കടം വേണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ചെക്കും വേണം, പാസ്പോർട്ടും വേണം. അതാണ് എൻ്റെ നിയമം. അയ്യോ, അപ്പുറം എന്നെ ചെയ്യും? പ്ലീസ് വെയിറ്റ്, ഞാനൊരു കോൾ പറഞ്ഞിട്ടു. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതല്ലേ? എന്തിനാ എൻ്റെ വിലപ്പെട്ട സമയം വെറുതെ കളയുന്നത്? ഹലോ, നിങ്ങൾ ഇങ്ങ് വാങ്ങോ, ശീഘ്രം വാങ്ങോ. അത് ശരി. അപ്പൊ പാസ്പോർട്ടുമായിട്ട് ആളെ താഴെ നിർത്തിയിട്ടുണ്ടല്ലേ? അച്ഛനോട് റൂൾ இந்த மாதிரியானா എന്നാൽ എന്നെ பண்ண முடியும். ആരോ വന്നു. நீங்க உட்கார, அது நானே பார்த்துக்கிறேன். என்னோட ஆள் தான். ഈ കുരുപ്പുകൾ എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? നിങ്ങൾ എന്താ തമിഴത്തിന്റെ സ്റ്റാഫാ? டேய் அச்சாயா, ഞാൻ சொல்றது നീ കേട്ടാ പോതും. അത് പെണ്ണുപ്പിള്ളക്ക് എന്തിന്റെ കേടാണോ? നിങ്ങൾ എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത്? അത് തുറന്നിടാ. டேய் பயமுடு. நான் கேட்கறதுக்கு மட்டும்தான் நீ பதில் சொல்லணும். அல்லனா நான் யாருக்கும் தெரிஞ்சிடு. അപ്പൊ അച്ചായി നന്ദിനിയൊക്കെ ശരിക്കും ഇതുവരെ അറിയില്ലേ? ഇന്നപ്പോ ശരിക്കും അറിയാം. டேய், இந்த பாவமயதர் എത്ര മൂന്ന് കടം വാങ്ങിയിருக்கு. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ யாரெങ്കിലും ആവട്ടോ. இப்போ என் கேள்விக்கு மட்டும்தான் பதில் சொல்லு. அல்லனா நான் யாருன்னு தெரிஞ்சிடும். புரியுதா? അച്ചായോ, ഇത് അച്ചായൻ വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളൊന്നല്ല ഇത്. വെറുതെ അടികൊണ്ട് നാണം കേടാനുണ്ടെങ്കിൽ അച്ചായൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേക്ക്. சொல்லு முருகா, அங்கே என்னாச்சு? என்னது சைன் பண்ண இல்லையா? ஓகே, விட்டுடு, நானே பார்த்துக்கிறேன். அவன் கையை உடக்கிற சமயம் வந்தாச்சு. இனி அந்த கையில் அவனை எங்கேயும் சைன் பண்ண மாட்டேன். இந்த நந்தினி யாருன்னு அவனுக்கு தெரியாது. ഓക്കെ ബൈ. നാശം. ഈ കുരിശ് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. ഇതിൻ്റെ അടുത്ത് കളിച്ചാൽ പണി പാളും. തന്ത്രോടും ഒഴിവാക്കുന്ന ആ ബുദ്ധി. சரி, இந்த ஆள் எத்தனை அமௌண்ட் கடன் வாங்கியிருக்க? 5000.
അതെ, മെല്ലെ ചോദിച്ചാ മതി, എനിക്ക് കേക്കാം. നമ്മൾ മാത്രം കേട്ടാ പോരെ. എന്നാ ഉനക്ക് വെക്കമാ? അല്ല, അതിൽ എത്ര തിരുമ്പിട്ടാ? അത് കുറച്ച് പലിശ ഇനത്തെ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. இவன் சொல்றது நிஜமா? അല്ല അക്ക, 7000ക്ക് മേലെ ഞാൻ അച്ചായന് കൊടുത്തിട്ടുണ്ട്. அப்படியா? 2000 மேலே பலிசை கிடைச்சாச்சு. எமர்ஜென்சிக்கு நாட்டி போகிறதுக்கு பாஸ்போர்ட் கேட்டப்போ அது கொடுக்காம பிடிச்சி வச்ச நீ ஒரு மனுஷனா? അതിപ്പോ ഒരു പലിശ കച്ചവടമൊക്കെ ആകുമ്പം டே, இந்த ஆளோட பிளாக் செக் பாஸ்போர்ட் எடு. ഇതോടെ இந்த ബിസിനസ് முடிஞ்சாச்சு. അതിന് ഇവിടെ ഇല്ല, അത് ഓഫീസിലായിരിക്കുന്ന. ഇല്ലക്ക, അച്ചായനും ഓഫീസൊക്കെ വീട് തന്നെയാണ്. என்னடா தீரா உண்மையை சொல்லுடா. அல்ல பாஸ்போர்ட் எடுத்து வாடே. இந்த கையால നിനക്ക് ക്യാഷ് ഇടാൻ முடியாது. വേണ്ട വേണ്ട, ഞാൻ പാസ്പോർട്ട് എടുത്തു തരാം, പാസ്പോർട്ട് എടുത്തു തരാം. அந்த வழிக்கு வா. ഓ, ഈ പെണ്ണുമ്പിള്ളക്ക് എന്തൊരു ശക്തിയാ. എന്റെ പൊന്നോ, ഈ പെണ്ണുമ്പിള്ള വിചാരിച്ച മാതിരിയല്ല. ഇപ്പൊ ഒഴിവാക്കുന്നതാ നല്ലത്. 8ന്റെ പണി പിന്നെ കൊടുക്കാം. ദേ, ഇതാ പാസ്പോർട്ടും ചെക്കും. அங்கே கொடு. ദേ, ഇത് നിന്റെ തന്നെയാണെന്ന് നോക്ക്. ആ, ഇത് തന്നെയാണ് അക്ക എൻ്റെ പാസ്പോർട്ടും ചെക്കും. இங்க பாரு, இனி இந்த ஆளுக்கு 10 காசு கொடுக்க கூடாது. இதோட இந்த பிசினஸ் முடிஞ்சாச்சு. கலாஸ். டேய், இந்த ஆளுടെ ஏதாவது பாக்கி இருக்கா? இப்போதான் சொல்லணும், அல்லனா? ഇല്ല ഇല്ല, എല്ലാ കടവും പേടി. എന്നെ തല്ലരുത് പ്ലീസ്. ഒത്തിരി നന്ദി അക്ക. അയ്യേ, അപ്പൊ ഇത്രയുള്ളൂ അച്ചാര് ധൈര്യല്ലേ? മണ്ടൻ. டேய், மறுபடியும் நான் சொல்றேன், பாவங்களை துரோகிக்கிற யாரையும் நான் விட மாட்டேன். ஜாகிரதை.